മാഷോട് എന്താ കാണിച്ചത്? ഞാൻ ഇവിടെ നല്ലപോലെ രീതിക്ക് സ്കൂളിൽ നീ പുറത്തേക്ക് നീ എന്താ ചെയ്യാം? സത്യമായിട്ട് ഞാൻ പോകുള്ളൂ. ഞാൻ അങ്ങനെ സ്വഭാവം എന്താ വീട് കടത്തി തേങ്ങ മാങ്ങത്തെ കാട്ട്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെല്ലെ കാലാവസ്ഥയിലേക്ക് വീടൊക്കെ എടുക്കണേ. സാറിന് പിന്നെ എവിടെയെങ്കിലും പുറത്ത് കിട്ടിയ തീർത്തുനാണ് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. ഇന്നിന്റെ ഫോൺ വേണ്ടോ? എന്റെ ഫോൺ വേണ്ടോ? ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ട് ആ കുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്ന അധ്യാപകർക്കെതിരെയും അതുപോലെ ആ കുട്ടിയുടെ സമ്മതമില്ലാതെ ആ കുട്ടിയുടെ വീഡിയോ പകർത്തി അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് കുട്ടിക്ക് മനോവിഷമം ഉണ്ടാക്കിയിട്ടുള്ള ആ അധ്യാപകനെതിരെയും നടപടിയെടുക്കണം. കുട്ടികളുടെ ഇത്തരം പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേറൊരു കമ്മീഷനെയും കൂടി നിയമിച്ച് ഈ അധ്യാപകരെയൊക്കെ പിരിച്ചുവിടണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പണ്ടൊക്കെ നമ്മുടെ കാലത്ത് 90s കിഡ്സ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആ ആൾക്കാരുടെ ജനറേഷനിൽ ഞങ്ങൾക്കൊക്കെ ഇൻ്റർവെല്ലല്ലാത്ത സമയത്ത് മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിൽ പോലും ഈ ടീച്ചറോട് ചോദിക്കാനുള്ള പേടി കാരണം ഈ മൂത്രം 2-3 മണിക്കൂർ വരെ പിടിച്ചിരുന്നിട്ടുള്ള കാലഘട്ടമുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നും വിദ്യാർത്ഥികൾ ഇത്രയും ധൈര്യസമേതം അധ്യാപകരോട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുള്ള നമ്മുടെ സമൂഹത്തിനും അതുപോലെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കും അതുപോലെ ബാലാവകാശ കമ്മീഷൻ പോലത്തെ ബാക്കി സെറ്റപ്പുകൾക്കൊക്കെ ആണ് ഈ ഒരു അവസരത്തിൽ അഭിനന്ദനം അർഹിക്കുന്നത്. അപ്പോൾ ഈ രീതി തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കോടതിയോ പോലീസോ ഒന്നും ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇങ്ങനെയാണ് പിള്ളേർ വളരുന്നതെങ്കിൽ കോടതിക്കും പോലീസിനും ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടാവില്ല ഈ നാട്ടിൽ. അപ്പോൾ എന്തൊക്കെയായാലും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ.